ചാനൽ. അപ്പോൾ സ്റ്റോറി ടൈം ആയി കുറിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. ഏതാണ് പ്രോപ്പർട്ടി എന്ന് എനിക്ക് ഇവിടുന്ന് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇറ്റ്സ് അബാദ് കോപ്പർ കാസിൽ. അപ്പോൾ നമ്മൾ അബാദ് കോപ്പർ കാസിലാണ് വന്നിരിക്കുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. മെനുവും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചുതരാം. അതിന് മുമ്പ് നല്ല തണുപ്പുണ്ട്, അത് പറയേണ്ട കാര്യമാണ്. റിയലി നല്ല തണുപ്പുണ്ട്. ആൻഡ് ഓൾസോ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ വ്യൂ ഇസ് എക്സ്ട്രാ ഓർഡിനറി. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഫുഡിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ ഫുഡ് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകണേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സംഭവമൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചു. നല്ല ഫോഗുണ്ട്, കുഞ്ഞതായിട്ട് മഴ പൊടിയനുണ്ട്. ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഓക്കെ സമയം ശരിക്കും പറഞ്ഞാൽ 2 o'clock ആണ്. പക്ഷേ കണ്ട് കഴിഞ്ഞാൽ നല്ലൊരു കൂൾ ആൻഡ് തണുത്ത ആംബിയൻസ് ആണ്. നല്ല രസം. അതേ ഫോഗ് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ ഇപ്പോൾ ഒന്നും കാണാൻ പാടില്ല. വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു ഇത്ര നേരം തെളിഞ്ഞ് കണ്ടുകൊണ്ട്. പക്ഷേ ഫോഗ് ഒന്ന് പോകും. ഫ്രൈഡ് സ്ക്വിഡ് റിങ്സ് ആണിത്. ഇത് റിങ്സ് ആയിട്ടാണ് വന്നത്. ഒരെണ്ണം കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. ആക്ച്വലി ഇത് സ്റ്റാർട്ടറാണ്. നമ്മൾ പിന്നെ പറഞ്ഞേക്കുന്നത് ഫ്രൈഡ് റൈസ് ആണ്, പ്രോൺസ് ഫ്രൈഡ് റൈസ് ആണ്. എനിക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത്. പ്രോൺസ് ഫ്രൈഡ് റൈസും സ്ക്വിഡ് റിങ്സും ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കിത് വിൻഡോ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഈ വ്യൂവിൻ്റെ സൈഡിൽ ഇരുന്ന് കഴിക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം അതാണ്. ഇപ്പോൾ ശരിക്കും നല്ല ക്ലോസ് ആണ്. ഞാനിപ്പോൾ ഓൾറെഡി വിൻഡോ ഓപ്പൺ ചെയ്തുകൊണ്ട് നല്ല ക്ലോസ് ടു നേച്ചറാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വ്യൂ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റും. അത് ഭയങ്കര അടിപൊളി കാര്യമാണ്. അപ്പം നമ്മുടെ ഫുഡ് വന്നു. നമ്മുടെ പ്രോൺസ് ഫ്രൈഡ് റൈസ് ആണ്. പ്രോൺസ് ഒക്കെ ഉണ്ട്, ഓൾസോ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല കാണാൻ നല്ല എമ്മി ആയിട്ടുണ്ട്. കഴിച്ചിട്ടില്ല, കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുള്ള് പറയാം. നിങ്ങൾ ഫുഡ് കഴിക്കണേ. ബൈ. ക്ലൈമറ്റ് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഫുൾ ഫോഗാണ്. ഫുൾ കാണാൻ പറ്റുന്നില്ല, മരങ്ങളൊന്നും കാണാൻ പറ്റില്ല, കാരണം ഫുള്ള് ഫോഗാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉച്ചകളുടെ ഫുഡ് കഴിച്ച്. താങ്ക് യു സോ മച്ച് അബാദ് ഫോർ ഇൻവൈറ്റിംഗ് മീ on this wonderful property because the view is outstanding. അടിപൊളി വ്യൂ ആണ്. നിങ്ങൾക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നല്ല രസമാണ്. ഈ വന്ന വഴിയൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ്, പ്രോപ്പർട്ടി കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരുന്നതാണ്. നല്ല കൂൾ ആൻഡ് ക്ലാസിക് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഇത് കൂടെയാണ് പാർക്കിംഗ് ഏരിയ ഒക്കെ. നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിയിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. തണുപ്പുണ്ട് കേട്ടോ, തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ എൻട്രൻസ്. പിന്നെ എൻട്രൻസിൽ ഇപ്പോൾ പറയുന്നത് അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. ആരും പിടിക്കണ്ട. അത് നിങ്ങളുടെ നമ്മൾ ടെമ്പറേച്ചറൊക്കെ നോക്കുന്ന സംഭവം നോക്കുന്നു. കാരണം നമ്മളെ ചെക്ക് ചെയ്തപ്പോൾ എന്താ പുകയൊക്കെ ഉണ്ടായി. സാനിറ്റൈസിങ് ആണ്. സാനിറ്റൈസർ ആണ്. നിങ്ങൾ നമ്മൾ ഫുള്ള് സാനിറ്റൈസ് ചെയ്യുക. അത് ഇതിങ്ങനെ എടുത്തിട്ട് സാനിറ്റൈസ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റില്ല. കാരണം ആ ടൈമിൽ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തായിരുന്നു.
അപ്പം ഇതാണ് എൻട്രൻസ്. സുഖം. ഈ ഏരിയയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞുതരാം. സോ ഇവിടെ നമുക്ക് സീറ്റിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് റിസപ്ഷൻ ചെക്ക് ചെയ്യുന്ന ടൈം നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ അടിപൊളി വ്യൂ ആണ്, നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. പിന്നെ ഇവിടെ പറയേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് ഫുഡ് കഴിച്ചതാണ്. ഇവിടുത്തെ നല്ല എന്താ പറയുക, ഹോസ്പിറ്റാലിറ്റി ഈസ് വെരി ഗുഡ്. നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്, നല്ലോണം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഈ വ്യൂ ഒക്കെ കാണുന്ന കാര്യം ഭയങ്കര റേറ്റാണ്, അങ്ങനെയൊന്നുമില്ല. നല്ല എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയാണ്. അതേപോലെ തന്നെ നല്ലൊരു സ്പോട്ടുമാണ്. നിങ്ങൾക്ക് ഒരു 10 minutes ഒക്കെ തന്നെയാണെങ്കിലും കോട മാറി, അത് കോട മീൻസ് ഫോഗാണ്. ഫോഗ് മാറി മറിഞ്ഞ് വരും. ഇപ്പോൾ നല്ലോണം കൂടി, ഇനി കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പയ്യെ ക്ലിയർ ആയിട്ട് വരും, പിന്നെയും ഇതാവും. ഇതിന് നടുക്കൊരു വാലി ഉണ്ട്, അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായി. നമ്മുടെ ഗാർഡനിലോട്ടുള്ള വ്യൂ ആണ്. മേളിൽ നിന്ന് കാണിച്ചതേ ഉള്ളൂ, എന്തായാലും നമ്മൾ താഴത്ത് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. കൈസ് ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ അഫ്സലുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആയിട്ട് വന്നേക്കണേ. പിന്നെ അഫ്സൽ ഇങ്ങനെ എല്ലാത്തിലും പ്രത്യക്ഷപ്പെടുന്നു തോന്നുന്നുണ്ട്. ഓക്കെ, അഫ്സലാണ് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തു തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സപ്പോർട്ടിങ് സിസ്റ്റം. അതുകൊണ്ടാണ് കാണാത്തത്. യെസ്, ഇടയ്ക്ക് എൻ്റെ മാത്രം കണ്ട് നിങ്ങൾക്ക് ബോറടിക്കില്ലേ? സോ ഇവിടുത്തെ വ്യൂ പോയിന്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. വ്യൂ പോയിന്റ് കാണിച്ചു തരാം. ഇതിനകത്ത് ഭംഗിയായിട്ടാണല്ലേ കറക്റ്റ് ഷേപ്പിൽ വെട്ടി വെച്ചേക്കുന്നത്, നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ വ്യൂ പോയിന്റിലോട്ട് പോകാം. അപ്പോൾ വ്യൂ പോയിന്റ് കാണാം. നമുക്ക് എനിക്ക് തോന്നുന്നു നടക്കാനുണ്ടോ എന്ന് അറിയില്ല, നമുക്ക് നോക്കാം. നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മളിത് ഫസ്റ്റ് ടൈമാണ് അബാദ് കോപ്പർ കാസിൽ വന്നത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്, അത് വേറെ കാര്യം. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ വീഡിയോസും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലേ. ഓക്കെ, അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിലോട്ട് പോവുകയാണ്. അപ്പം ഇവിടെ നല്ല ഫോഗ് വരുന്നുണ്ട്, നല്ല രസമുണ്ട്. നമ്മൾ തന്നെ നോക്കുന്നുണ്ട്. അപ്പം അപ്പോൾ നമുക്കിവിടെ നല്ല ഫോഗ് ഉണ്ട്. വ്യൂ പോയിന്റ് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് കാണാത്തൊരു സംഭവം കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുവാണ്. ഒരു ചെറിയ ചെറിയ ഗാർഡൻ്റെ തന്നെ എന്താ പറയുക, കണ്ടിന്യൂഷൻ ആണ്. കാരണം ഗാർഡൻ നമ്മൾ കണ്ടിട്ടില്ല. ഇതിപ്പോൾ വ്യൂ പോയിന്റിലോട്ടാണ് പൊക്കോ. എവറിത്തിങ് ഇസ് റിയലി കൂൾ. അടിപൊളിയാണ് ഇതിനകത്ത് കാണാൻ. വലിയ തേയിലത്തോട്ടം, നടുക്കൊരു കുഞ്ഞു വാലിയാണ് വന്നിരിക്കുന്നത്. കണ്ടാലൊരു വാട്ടർഫോൾസ് പോലെ ഉണ്ട്. പിന്നെ നിറച്ച് പോകാണ്. പിന്നെ ഈ ഗാർഡൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിറച്ച് നമ്മുടെ പുതിയ ചെടികളുണ്ട്. അതൊക്കെ നല്ലൊരു ബ്യൂട്ടിയാണ്. ചെറിയ പൊടി പൊടി മഴ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വാട്ടർഫോൾസിൻ്റെ ഒച്ച കേൾക്കാമോ? നല്ല ഒച്ച കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് നേരെ നോക്കി കാണാൻ പറ്റും. ഒച്ച കേൾക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഓക്കെ, അപ്പം നമുക്ക് കാണാം.
കാട്ടുമഴ. നല്ല സ്പേഷ്യസ് ആണ്. അവിടെ ഇവിടെ ഔട്ടം വരെ ഉണ്ട്. നല്ല സ്പേസ് നല്ല രസമുണ്ട്. ഇതിനിടയ്ക്ക് വന്നിരിക്കാൻ നല്ല രസം. മഴയില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ എന്തായാലും ഇരിക്കും. മഴയുണ്ട്, ചെറിയ മഴയുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉടുപ്പൊക്കെ ചീത്തയാവും. അതുകൊണ്ട് I'm not gonna sit here, but I'm going to enjoy this place because this is really cool. നേരം സ്നാക്സ് ഞങ്ങൾ അവിടെ പോയി കഴിച്ചില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നു. കാരണം ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് കഴിക്കാമെന്ന്. ഇവിടെ നല്ല ഫോഗ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ഇതൊക്കെ കാണിച്ചു തന്നിട്ട് ഞങ്ങൾ ഈ ബാൽക്കണി ഇരുന്ന് ഫുഡ് കഴിക്കാമെന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ സ്നാക്സ് എന്താണെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ചിക്കൻ പക്കോടയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ പക്കോടയും പിന്നെ 2 കോഫിയാണ് എനിക്ക് ഇഷ്ടം. ചായ ഇഷ്ടമാണ്, കോഫി കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണുള്ളത്. ഇത് ചിക്കൻ പക്കോട. അടുത്തത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ദിസ് ഇസ് അവർ ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെ നമുക്കുള്ള കോഫി ഇതിനകത്തുണ്ട്. അത് ഇപ്പോൾ ഒഴിക്കണോ? പിന്നെ ഒഴിക്കണം. ഓക്കെ. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഫോഗ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഫോഗാണ്. ഞങ്ങളപ്പോൾ ഈ ഇവിടെ ബാൽക്കണി ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചു. ചുമ്മാ ഒരു ചില്ലായിക്കോട്ടെ വിചാരിച്ചു. അപ്പം നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. എനിക്ക് ഒച്ചയൊന്നുമില്ല, ആണുങ്ങളുടെ ഒച്ചയുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നല്ല തണുപ്പുണ്ട്, നല്ല രസമാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. പിന്നെ നമ്മളിവിടെ കോടയല്ല ഫോഗ് കണ്ടത്. കമോൺ. ഒച്ചയില്ല, ഇന്നലെ ഇച്ചിരി ഒച്ചയുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇന്നലെ രാത്രി ആയതുകൊണ്ട് ചില ഫുഡ് എടുത്തതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുള്ളൂ. കാരണം ഭയങ്കര സൗണ്ടൊക്കെ അടിച്ചു വരിക്കുകയാണ്. അപ്പം പിന്നെ പറയാനുള്ള കാര്യം ഇവിടുത്തെ ഫോഗ്, രാവിലത്തെ ക്ലൈമറ്റ് ശരിക്കും കൊണ്ട് ഒരു രക്ഷയില്ല. മൂന്നാർ വൈബ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാലേ കിട്ടുള്ളൂ. നല്ലൊരു വൈബാണ്. ഇത് പറയാൻ പറ്റില്ല. ഒച്ചടിച്ച് പോയി കാര്യം ഉണ്ട്. ദോശ ആൻഡ് ചമ്മന്തി ആൻഡ് നല്ല അപ്പോൾ എല്ലാവരും അബാദ് പ്രോപ്പർ ക്യാഷ് അലഹാബാദ് ഹോട്ടൽ
ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ഓൾസോ മൂന്നാർ വരുന്നതാണെങ്കിൽ പിന്നീട് നല്ല വ്യൂ ഉള്ള നല്ല അക്കോമഡേഷൻ ഉള്ള അതുകൊണ്ട് നല്ല ഫുഡ് ആയിട്ടുണ്ട് നല്ലൊരു ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ജസ്റ്റ് കം ഹിയർ അറ്റ് അബാദ് കോപ്പർ കാസിൽ. ബാൽക്കണി വ്യൂ റൂം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഫുൾ ഡീറ്റെയിൽസ്, റൂമിൻ്റെ ഡീറ്റെയിൽസ് ഇതുവരെ കാണിച്ചില്ലല്ലോ, അപ്പോൾ അത് കാണിക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ നമുക്ക് റൂം കാണാം. വെൽക്കം ടു മൈ കയറി വരുമ്പോൾ തന്നെ നമുക്ക് മിററുണ്ട്. ഇത് നമ്മുടെ വാർഡ്രോബിനോട് ടച്ച് ചെയ്യുന്ന ഒരു ടേബിളാണ്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഇല്ല, തുറക്കുന്നില്ല നിങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. വാഷ്റൂം ഞാൻ കാണിച്ചു തരാം. ബേസിക് ആയിട്ടുള്ളൊരു വാഷ്റൂമാണ്. ഇതാണ് നമ്മുടെ ബെഡ്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് സൈഡ് ടേബിളൊക്കെ ഉണ്ട്. ബോത്ത് സൈഡ്സിൽ സൈഡ് ടേബിൾ ഉണ്ട്. അത് ഓൾസോ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഏരിയ ഇത് അടിപൊളി ഏരിയ ആയിട്ട് ഫുൾ ടൈം ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ പുറത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്നും കൂടി ഇവിടെ നിൽക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്താ വരച്ചതെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ എനിക്ക് ചെറിയ കോൾഡൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടിട്ടാണ് ഒന്ന് റെസ്റ്റ് എടുക്കണം, അതുകൊണ്ടിട്ടാണ്. പക്ഷേ നല്ല വൈബാണ്. ഇവിടുന്ന് പോകാൻ മടിയാവാണ്. ബിക്കോസ് അത്ര അടിപൊളിയാണ്. ഇനി നമുക്ക് മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട് ഓഫ് ദിസ് റൂം, ലൈക്ക് റൂം മാത്രമല്ല അബാദ് കോപ്പർ കാസിൽ ഒരു അടിപൊളി വ്യൂ ആണ്. ഫോഗ് മാറിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് എല്ലാം കാണാം. ബ്യൂട്ടിഫുൾ വാലി, ബ്യൂട്ടിഫുൾ മൗണ്ടൻസ്, ബ്യൂട്ടിഫുൾ മരങ്ങൾ, ബ്യൂട്ടിഫുൾ പൂക്കൾ, ബ്യൂട്ടിഫുൾ വണ്ടികൾ അതേ പോകും. ഫോഗ് മിക്കപ്പോഴും ഇപ്പം തന്നെ വരുന്നതേ അവിടെ നിന്ന് ഫോഗ് വരുന്നു തുടങ്ങുന്നുണ്ട്. വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണാൻ പറ്റില്ല. ലൈക്ക് ഭയങ്കര ബ്ലറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്കും എല്ലാ വിഷ്വൽസും നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെയുള്ള നമ്മൾ എൻജോയ് ചെയ്ത മിക്ക സ്പോട്ടും നമ്മൾ മാക്സിമം കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ടായി. ആൻഡ് അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് റിയലി അമേസിങ്. അടിപൊളി സ്റ്റേ ആയിരുന്നു. Anybody know this guy? This guy. So we are leaving this beautiful place. ഇത്ര അടിപൊളി സ്ഥലം വിട്ടിട്ട് പോകാൻ മടിയാവുന്നുണ്ട്. അടിപൊളി സ്പോട്ടാണ്. I am so sad to go from this place. ഇനി പോകണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച് അബാദ് ഫോർ ദിസ് ലവ്ലി സ്റ്റേ. ബിക്കോസ് അടിപൊളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വൈബ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ജസ്റ്റ് മീറ്റ് മിസ്റ്റർ മുരളി സാർ.
അപ്പോൾ സാറാണ് നമുക്ക് ഈ ഒരു അടിപൊളി സ്റ്റേ ഹോസ്റ്റൊക്കെ ചെയ്ത് തന്നത്. സാറിനോടൊപ്പം നമ്മുടെ റൂംസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. സാർ നമുക്ക് ഇവിടെ എത്ര റൂംസ് ഒക്കെയാണ്? 40 റൂമാണുള്ളത്. 40 റൂമാണല്ലേ? ഓക്കെ ഓക്കെ. ഏത് കാറ്റഗറി ഓഫ് റൂംസ് ഒക്കെയാണ്? ഇപ്പോൾ ഉള്ളത് 2 ടൈപ്പ് കാറ്റഗറിയാണ്. 28 റൂംസ് നമുക്ക് സുപ്പീരിയർ റൂംസ് എന്ന് പറയുമ്പോൾ, 12 റൂം നമുക്ക് ബാൽക്കണി റൂംസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെടുത്തത് ബാൽക്കണി വ്യൂ റൂമാണ്. അടിപൊളിയാണ്. സോ എനിക്ക് എസ്പെഷ്യലി പറയാനുള്ളത് പീപ്പിൾ ഹു റിയലി ലവ് നേച്ചർ ഷുഡ് കം ഹിയർ ബിക്കോസ് അടിപൊളിയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് ആൻഡ് എവറിത്തിങ് ഈസ് സോ ഗുഡ്. സോ താങ്ക് യു സോ മച്ച് സാർ. ഇറ്റ്സ് റിയലി നൈസ്. We have the 4th floor. Okay. So we used to give it as a honeymoon. You feel like staying in a cottage like then you can easily access to the veranda. We have a 5 rooms that kind of. It's very, very, very amazing. We are getting a very good comments from the guests. Okay, okay, It's okay. very nice. Yeah, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഗാർഡൻ ഏരിയ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഏരിയയിലും വൈകുന്നേരങ്ങളിൽ നമുക്ക് ക്യാമ്പ് ഫയർ നടത്താറുണ്ട്. പക്ഷേ ബിക്കോസ് ഓഫ് വെദർ we were unable to put a campfire last night. Otherwise we used to have every day campfire and music. ആക്ച്വലി ഇവിടുത്തെ വെതറിന് ക്യാമ്പ് ഫയർ ഒക്കെ വന്നാലുണ്ടോ ലെവലായിരിക്കും. ഒന്നും പറയാനില്ല. ഇനി നമുക്കൊരു ഇതും കൂടെ കവർ ചെയ്യാനുണ്ട്. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി കാണിച്ചു തരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് സാർ ഫോർ ഹാവിങ് അമേസിങ്. സോ അടിപൊളിയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് തന്നെ പറയാനുണ്ട്. ഐ ആം ഷുവർ. സോ താങ്ക് യു. Thank you so much. അപ്പം വി ആർ ലീവിങ് അല്ലേ? Yeah. Bye. See you. വി വിൽ മിസ് ദിസ് പ്ലേസ് അല്ലേ? ഡാറ്റൊക്കെ പറഞ്ഞ് പോയി. ഓക്കെ ദെൻ ബൈ. സി യു നെക്സ്റ്റ് വീഡിയോ. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. യെസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പോൾ നമ്മളിവിടുത്തെ വ്യൂ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു വ്യൂ പോയിന്റ് കണ്ടു. ആരോ മറ്റേ തീ എത്തിക്കണേക്കെ ഫുൾ വണ്ടി നോക്കാത്ത വണ്ടി കൊങ്ങിനിയുടെ മണം തലയിറങ്ങി നിങ്ങളാരും മണത്തിട്ട് നല്ല മണമുണ്ട്, വെളിച്ച മണമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ പോകണം. എൻഡ് ചെയ്യാൻ പോണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോവാണ്. ഐ ആം സാഡ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ പോകാൻ തോന്നുന്നത്. നിങ്ങൾ നോക്കി. ഞാൻ ഓൾറെഡി കാണിച്ചു. ഇത് കാണിച്ചുകൊണ്ട് ഇനി ഇതിൻ്റെ ടൈം ഉണ്ടാവുള്ളൂ. അപ്പം ഐ എം ഗോണ വൈൻഡ് അപ്പ് ദിസ് വീഡിയോ ഹിയർ. മോർ ട്രാവൽ വ്ളോഗ്സ് ആർ കമ്മിങ്. ഇഷ്ടംപോലെ വ്ളോഗ്സ് നമുക്ക് വരുന്നതാണ്. വ്ളോഗ്സ് മാത്രമല്ല, എല്ലാ ടൈപ്പ് ഓഫ് വീഡിയോസും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ പറയാനുള്ള കാര്യം, സ്റ്റേ ട്യൂൺഡ് ഫോർ അനദർ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും